الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا رسلا من قبلك منهم من قصصنا عليك ومنهم من لم نقص عليك ما كان لرسول أن يأتي بآية إلا بإذن الله فإذا جاء أمر الله قضي بالحق وخسر هنالك المبطلون. الله الذي جعل لكم الأنعام لتركبوا منها ومنها تأكلون ولكم فيها منافع ولتبلغوا عليها حاجة في صدوركم وعليها وعلى الفلك تحملون ويريكم آياته فأي آيات الله تنكرون أفلن يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم كانوا أكثر منهم وأشد قوة وآثارا في الأرض فما أغنى عنهم ما كانوا يكسبون فلما جاءتهم رسلهم بالبينات فرحوا بما عندهم من العلم وحاق بهم ما كانوا به يستهزئون فلما رأوا بأسنا قالوا آمنا بالله وحده وكفرنا بما كنا به مشركين فلم يكن ينفعهم إيمانهم لما رأوا بأسنا سنة الله التي قد خلت في عباده وخسر هنالك الكافرون. صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് ഖാഫിൽ നിന്നുള്ള അവസാനത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഓതിക്കേൾപ്പിച്ചത്. 85 ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉള്ളത്. 85 ആയത്തുകൾ ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് മക്കയിലാണ് അവതരിപ്പിച്ചത്. മക്ക അന്ന് മുശ്രിക്കുകളുടെ നാടും പ്രദേശവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലാണ് ജനിച്ചതും വളർന്നതും താമസിച്ചതുമൊക്കെ. അവർക്ക് അദ്ദേഹത്തോട് എന്നതില്ലാത്ത ആദരവും ബഹുമാനവും ഇഷ്ടവും ഒക്കെ ആയിരുന്നു. അൽ-അമീൻ എന്നാണ് അദ്ദേഹത്തെ അവർ വിളിച്ചിരുന്നത്. അവരാകട്ടെ ബഹുദൈവ വിശ്വാസികളായിരുന്നു. മക്കയിലെ കഅബ ഷരീഫിൽ ഏതാണ്ട് 300 ശിലാനം വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങളെല്ലാം ആരാധിക്കുകയാണ് അവരുടെ മതം. ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും അവിടെ ഉണ്ടായിരുന്നു. മദ്യപാനം, ചൂതാട്ടം, വ്യഭിചാരം തുടങ്ങി എല്ലാവിധ തിന്മകളും അവർക്കിടയിൽ നടന്നുകൊണ്ടിരുന്നു. ആ സമൂഹത്തിന് നേരെയാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. ഈ ആയത്തുകളിലും മക്കയിൽ ഇറങ്ങിയ ആയത്തുകളിലൊക്കെ ബഹുഭൂരിപക്ഷം ആളുകളെയും ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് അവരെയാണ്. ഈ ആയത്തുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് അവരെയാണ് അഭിസംബോധന ചെയ്യുന്നത്.
എന്നിട്ട് ഖുർആൻ എന്ന് പഠിപ്പിക്കുന്നു. ഖുർആനിൽ പറയാനുള്ള തൗഹീദും റിസാലത്തും ആഖിറത്തും ഒക്കെ പഠിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. അല്ലാഹു തആല നമ്മെ ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലഖദ് അർസൽനാ റുസുലൻ, നാം അവതരിപ്പിച്ചിരിക്കുന്നു റുസുലൻ, പ്രവാചകന്മാരെ. കബലിക്കാൻ നിനക്ക് മുമ്പ്, മുഹമ്മദ് നബിയോട് പറയാ, മുഹമ്മദ് നബിയെ നിനക്ക് മുമ്പ് നാം അവതരിപ്പിച്ചിരിക്കുന്നു. മിൻഹും, എന്നാൽ അവരിൽപ്പെട്ടവരാണ് മൻ ഖസസ്നാ അൻക, അവരെ പറ്റി കഥ പറഞ്ഞു തരുന്നവർ നിന്റെ കൂട്ടത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയോട് പറയുന്നത്, ഈ ഖുർആനിൽ നിനക്ക് ധാരാളം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അർസൽനാ റുസുലൻ, ധാരാളം പ്രവാചകന്മാരെ അയച്ചു തന്നിട്ടുണ്ട്. നീ കബലിക്ക നിനക്ക് മുമ്പ്, അതിൽപ്പെട്ട ഒരു പ്രവാചകനാണ്, അല്ല അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഖുർആൻ പറയുന്നു ഫിൻഹും മിൻഹും, അവരിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാരിൽപ്പെട്ടവരാണ്. മൻ ഖസസ്ന അൻക, താങ്കൾക്ക് കഥ പറഞ്ഞു തന്ന, അവരുടെ സംഭവഗതികളെല്ലാം വിവരിച്ചു തന്ന, മൻ ഖസസ്ന അൻക, താങ്കൾക്ക് വിവരിച്ചു തന്ന കഥകളും ചരിത്രങ്ങളും ഒക്കെ അതിൽപ്പെട്ടതാകുന്നു, പ്രവാചകന്മാരിൽപ്പെട്ടവരാകുന്നു. ഒമിൻഹും മല്ലം നഖ്സുസ് അലൈക, താങ്കൾക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്ത, ചരിത്രം പറഞ്ഞു തന്നിട്ടില്ലാത്ത പ്രവാചകന്മാരും അക്കൂട്ടത്തിലുണ്ട്. ഏതാണ്ട് 25 പ്രവാചകന്മാരാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അവരുടെ പൂർണ്ണമായ കഥ പറഞ്ഞു തന്നവരുമുണ്ട്, ഒട്ടും പറഞ്ഞു തരാത്തവരുമുണ്ട്. ബഹുഭൂരിപക്ഷം പ്രവാചകന്മാരുടെ കഥകളും ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല. കുറച്ച് പ്രവാചകന്മാരുടെ കഥകൾ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഒമിൻഹും, അവരിലുണ്ട് മല്ലം നഖ്സുസ് അലൈക, താങ്കൾ കഥ പറഞ്ഞു തരാത്തവരും അവരിലുണ്ട്. മാക്കാൻ റസൂലിൻ, ഒരു റസൂലിനെയും അയച്ചിട്ടില്ല. ആയത്തിൻ ഇല്ലാ ബീദിനിഹി, അള്ളാഹുവിൻ്റെ ഹിതമനുസരിച്ച് ഖുർആനി വചനങ്ങൾ അറിയിച്ച് തന്ന ഒരു പ്രവാചകനുമില്ല. മാക്കാനിൽ റസൂലിന് ഒരു പ്രവാചകനുമില്ല. ആയത്തുകൾ ഇറങ്ങിയ ഇല്ലാ ബീദിനില്ല, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ആയത്തുകൾ ഇറങ്ങിയ പ്രവാചകന്മാരല്ലാതെ ഇല്ല. അള്ളാഹുവിൻ്റെ ആജ്ഞകൾ വന്നാൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വന്നാൽ, ഖുദിയ ബിൽ ഹഖ്, അവർക്ക് ഹക്ക് സത്യം കൊണ്ട് വിവരിച്ചു കൊടുക്കും, സത്യസന്ധമായി വിവരിച്ചു കൊടുക്കും. ഹസിറ ഹുനാലിക്കൽ മുബ്തിലൂൻ, ഹസിറ ഹുനായിക്ക, അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹുനാലിക്ക, ഇവിടെ അൽ മുബ്തിലൂൻ, എല്ലാ ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങൾക്കെതിരായ കാര്യങ്ങളും. അസ്ഹാബുൽ മുബ്തിലൂൻ പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പഠിച്ചിട്ടില്ലാത്ത ആളുകളാണ് അവർ. ഹസിറ ഹുനാലിക്കൽ മുബ്തിലൂൻ, അവർ അസത്യം ആണ് പഠിപ്പിച്ചിരിക്കുന്നത്, അതാണ് നിനക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് ഇനി നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിനക്ക് അറിയിച്ചു തന്നവരുമുണ്ട്, അറിയിച്ചു തരാത്തവരുമുണ്ട്, നിനക്ക് മനസ്സിലാക്കി തന്നവരുമുണ്ട്, മനസ്സിലാക്കി തരാത്തവരുമുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകളും ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അൻആം, അല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലദീ ജഅല ലക്കുമുൽ അൻആം, കാലികളെ അവൻ കൊണ്ടുവന്നിരിക്കുന്നു. അല്ലദീ ജഅല, അവൻ കൊണ്ടുവന്നിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക് അല്ലാഹു കാലികളെ. ഈ തർക്കബൂ മിൻഹ, അതിൽ സവാരി ചെയ്യാൻ വേണ്ടി. ഈ തെർക്കബൂ എന്തിനാണ് പ്രവാചകന്മാർ അയച്ചത്? ഈ തെർക്കബൂ മിൻഹ, അവർ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. എന്തിനാണ് പറഞ്ഞത്? തെർക്കബൂഹ, അതിനെ സവാരി ചെയ്യാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഈ 25 പ്രവാചകന്മാരുണ്ട്, അവരെ പറ്റി അവരാണ് പറഞ്ഞു തരുന്നത്, പറയാത്ത ആളുകളുമുണ്ട്. അതുകൊണ്ട് തെർക്കബൂ മിൻഹ, അവർ പ്രവാചകന്മാരുടെ കഥ പറഞ്ഞു തരികയാണ്. പ്രവാചകന്മാരുടെ കഥകൾ എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത് നമുക്കറിയാം. ഒട്ടകത്തിൻ്റെ കഥയുണ്ട്, കഴുതകളുണ്ട്, അതുപോലെ
ബാക്കി ജീവികളുമുണ്ട്. അങ്ങനെ അവരെല്ലാം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. തെർക്കബൂ മിൻഹ, അവരെല്ലാം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഒമിൻഹാത്തുക്കുലൂൻ, നിനക്ക് അറിഞ്ഞിട്ടില്ലാത്ത ഭക്ഷണം തിന്നാൻ പറ്റുന്ന കഥകളുമുണ്ട് എന്ന് പറഞ്ഞാൽ കാലികൾ ഈ എന്തിനാണ് കാലികൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് നിങ്ങൾ യാത്ര ചെയ്യാനും അങ്ങനെ ആവശ്യമായ കാര്യങ്ങൾ. ഇപ്പോൾ കാലികളുടെ കൂട്ടത്തിൽ ഒട്ടകങ്ങളുണ്ട്, അതുപോലെ കഴുതകളുണ്ട്, അതുപോലെ മറ്റ് ജീവികളൊക്കെ ഉണ്ട്. അതെല്ലാം മനുഷ്യന് സൗകര്യത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു വന്നതാണ്. അതുകൊണ്ട് തെർക്കബൂ മിൻഹ, അതിൽ നിന്ന് അവൻ നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി പഠിപ്പിച്ചു തരുന്നു. ഒമിൻഹാ തഅക്കുലൂൻ, നിങ്ങൾ അവരിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയും. ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ആട്, അതുപോലെ കുതിര, ഒട്ടകം, ഇതുപോലെ മറ്റു ജീവികളൊക്കെ ഉണ്ട്. ആ ജീവികളെല്ലാം നിങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയുമാണ് അവർ ഇറക്കി തന്നത്. അത് നമ്മുടെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണ്. ഒരക്കും നിങ്ങൾക്കുണ്ട് ഫീഹ, അവിടെ മനാഫു, എല്ലാതരം പ്രവാചകന്മാരും അവൻ നിങ്ങൾക്കുണ്ട്. തബുലുഹാരിഹ, നിങ്ങൾക്ക് ബിരിച്ചു തരാൻ വേണ്ടി, ആവശ്യപ്പെടാൻ വേണ്ടി, ഹാജത്തിന് ആവശ്യം, ധാരാളം ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ ആവശ്യങ്ങൾക്കെല്ലാം ആവശ്യമായ ഈ ജീവികളെ അവൻ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. ഫീ സുദൂരിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അലൈഹ, അവയുടെ മേൽ, വാലൽഫുൽക്കി, കപ്പലിലുമുണ്ട്, തുഹമലും വഹിപ്പിക്കപ്പെടുന്നു. കപ്പലും അവരുടെ കൂട്ടത്തിലുള്ളതാണ്. പായക്കപ്പൽ എന്ന് പറഞ്ഞാൽ അന്ന് ഈ വെള്ളത്തിൽ കാറ്റിനെ ആശ്രയിച്ച് ഓടുന്ന കപ്പലുകളാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഏതാണ്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതൽക്കുണ്ട് കപ്പൽ. ആ കപ്പലുകളെയും അവൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാറ്റിനെ ആശ്രയിച്ചുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പൽ അവരെയും അവൻ നിങ്ങൾക്ക് വഹിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ യുരീക്കും ആയാത്തി, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ നിങ്ങൾ കാണിച്ചിരുന്നു. പയ്യ ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ഏതേത് ദൃഷ്ടാന്തങ്ങളെയാണ് തുൻകിറൂൻ അവർ നിഷേധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും, അതൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇതൊന്നും നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഭൂമിയിൽ അവർ സഞ്ചരിക്കുന്നില്ലേ? ഫയന്ദുറു, എന്നിട്ട് അവർ നോക്കട്ടെ, കൈഫക്കാന ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻഗാമികളുടെ സംഭവങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു. ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം, മുൻഗാമികളുടെ അവസ്ഥ, കഴിഞ്ഞുപോയ ആളുകൾ പര്യവസാനം, ആഖിബത്തിൽ തന്നെ പര്യവസാനം എങ്ങനെയുണ്ടായിരുന്നു നോക്കട്ടെ. മിൻ ഖബ്ലിഹിം കാന അക്സറുഹും മിൻഹും, അവരിൽ ഭൂരിപക്ഷം ആളുകളും വാസത്തുക്കുവത്തൻ, വേറെ ചില ആളുകൾ ശക്തിയുള്ളവരുമായിരുന്നു. വാസാരംഭിലറി, ഭൂമിയിൽ പൈതൃകമുള്ള ആളുകളുമായിരുന്നു. സമാഗനാനും, അവർക്ക് പ്രയോജനം നൽകിയിട്ടില്ല. മാക്കാനും യക്സിബൂൻ, അവർ ആർജിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളെല്ലാം. ഫലമ്മാ ജാഅത്തുഹും റുസുലുഹും, അവർക്ക് പ്രവാചകന്മാർ വന്നപ്പോൾ, ബിൽബയ്യിനാത്തി, വ്യക്തമായ പ്രവാചകന്മാർ വന്നപ്പോൾ, ഫരിഹു, അവർ സന്തുഷ്ടരായി. ബിമാഇൻദഹും, അവരുടെ കൈവശമുള്ളതിനെ പറ്റിയിട്ട്, മിനൽ വിജ്ഞാനത്തെ പറ്റി സന്തുഷ്ടരായിരുന്നു. ഹാഖബിഹിം, അവരെ വലയം ചെയ്തതിനെ കുറിച്ചും, മാക്കാനും യസ്തഹ്സിഊൻ, അവർ പരിഹസിച്ചിരുന്ന കാര്യങ്ങൾ, അവയെപ്പറ്റി അവർ പരിഹസിച്ചിരുന്നു, അതും അങ്ങനെ തന്നെയായിരുന്നു. ഫലമ്മാ അർസൽന, നമ്മൾ അയച്ചപ്പോൾ, നമ്മൾ കണ്ടപ്പോൾ, ബഹുസന, ശിക്ഷ കണ്ടപ്പോൾ, കാലു, അവർ പറഞ്ഞു, ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹു വിശ്വസിച്ചു, വഹദഹു, ആമന്നാ ബില്ലാഹി വഹദഹു, ഏകനായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്നവർ പറഞ്ഞു. വകഫർന, നമ്മൾ നിഷേധിച്ചു, ബിമാകുന്ന ബി മുശ്രിക്കീൻ, നമ്മൾ ബഹുദൈവ വിശ്വാസികളായിരുന്ന കാലത്ത്, മുശ്രിക്കുകളായിരുന്ന കാലത്ത്, വിശ്വാസത്തിൽ ബഹുത്വം സ്വീകരിച്ച ആയിരുന്നു നമ്മൾ. ഫലമേക്കൂനും അവരായിട്ടില്ലേ, തംഫഹും, പ്രയോജനപ്പെടുന്നവരായിട്ടില്ലേ, ഈമാനും അവരുടെ വിശ്വാസത്തിൽ. ലമ്മാറ ഔ ബഅസന, നമ്മുടെ നമ്മുടെ കൗര്യം, ശിക്ഷ അവർക്ക് വന്നപ്പോൾ, സുന്നത്ത് അള്ളാഹി, അള്ളാഹുവിൻ്റെ സുന്നത്ത്, അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ അവർക്ക് വന്നപ്പോൾ, അല്ലത്തി, എങ്ങനെ നടപടിക്രമങ്ങളാണ്, കത് ഖലത്ത് ഫീ ഇബാദിഹി, കത് ഖലത്ത്, അത് കഴിഞ്ഞു പോയിരിക്കുന്നു, ഫീ ഇബാദിഹി, അവൻ്റെ സദ്ഭാഗത്തിൽ നിന്ന്, അവൻ്റെ പിന്നെ ബാധിച്ച് അവൻ്റെ
ഹസിറ ഹുനാലിക്കൽ കാഫിറൂൻ, ഹസിറ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു, ഹുനാലിക്ക ഇവർക്ക് അൽ കാഫിറൂൻ കഷ്ടപ്പെട്ട ആളുകൾ. ഇസ്ലാമിലെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അതിവിടെ പഠിപ്പിക്കാനാണ് അള്ളാഹു തആല വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് തുറന്നു കാട്ടുകയാണ്. അപ്പം ഈ പറഞ്ഞ ആയത്തുകളിൽ ഈ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പ് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാർ എന്തിനു വേണ്ടിയാണ് അയച്ചത്? നമുക്ക് വേണ്ടിയാണ് അയച്ചത്. നമുക്ക് ജീവിതത്തെ വളർത്താനും ജീവിതത്തെ സൂക്ഷിക്കാനും ഒക്കെ വേണ്ടിയാണ്. അതുപോലെ ഈ പ്രവാചകന്മാർ എന്ത് കാര്യമാണ് പഠിപ്പിച്ചത്? നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവൻ പഠിപ്പിച്ചു തന്നു. അതൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടും നിങ്ങൾ അവന് കാര്യങ്ങൾ മനസ്സിലാക്കാതെ താന്തോന്നികളായി ജീവിക്കാതെ നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തീരുമാനങ്ങളിലും ഖൈറും ബർക്കത്തും ചെയ്തുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് വേറെയുള്ള സൂറത്തുകളാണ്. ഈ സൂറത്ത് ഫുസ്സിലത്താണ് അടുത്ത ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധയോടുകൂടി വായിക്കാനും പഠിക്കാനും ചിന്തിക്കുവാനും അല്ലാഹു തആല അവസരം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.